അമ്മേ എന്താ അമ്മ എന്താ കരയണേന്ന് പറഞ്ഞേ? എന്താ പറ്റിയേ? അയ്യോ എന്തിനാ കരയണേ? പറ എന്നോട്. അവരെവിടെ ഉണ്ടോ? ജമന്തി കനകനും എവിടെ? അമ്മേ ഇതെനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞെന്താന്ന്? എനിക്കാരുമില്ല. എന്റെ ആരും ഒന്നും അറിയണ്ട. എനിക്ക് ആരെയും ഒന്നും അറിയാനും ഇല്ല. ഒരു ജോലിയെ സമ്മതിക്കരുത്. എന്താ എന്തോടി ഇങ്ങ് വന്നേ. തക്ക് എന്റെ കർത്താവേ, ചുമ്മാതല്ല രാവിലെ കാക്ക ഇരുന്ന് വിളിച്ച വിരുന്നുകാരി വരുമെന്ന്. ഹലോ അമ്മ, നമ്മളെ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നോ? അമ്മ എന്താന്ന് പറഞ്ഞേ? മതി കരഞ്ഞത്. എന്താ എന്താ പറ്റിയ? പറ. സംഘത്തിന് സങ്കടം വരും. പറ. എന്താ കാര്യം പറയമ്മ. ഞാനൊരു കാര്യം ചെയ്ത് ചായ എടുക്കാം. ചായ എടുത്താ വിഷമം മാറുമോ? എന്ത് അവിടെ തിന്നാനും കുടിക്കാനില്ലാത്ത വീട്ടിൽ നിന്നും അല്ലല്ലോ അമ്മ വരുന്നത്. ഇതല്ല, അവിടെ ഇല്ലാത്ത ഒന്നുണ്ട്, മനസമാധാനം. അത് തന്നെ സംഭവം. എന്താ അമ്മ എന്നെ ആദ്യം പിടിപ്പിക്കല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എടീ പറയാനൊന്നുമില്ല. ഒരുത്ത ഉണ്ടല്ലോ അവിടെ, നിന്റെ കാങ്ങളം. പിന്നെ അവന്റെ ഒരു കെട്ടിയോളുണ്ടല്ലോ, മതിയല്ലോ. അവരെ സമാധാനം നഷ്ടപ്പെടുത്താൻ പിന്നെ ഇനി വേറെ ആരെങ്കിലും വേണം? അത് തന്നെ ഇത് അത് തന്നെ. എങ്ങ നോക്കിക്കേ, നോക്ക്. ഒരു വിഷമം കണ്ടില്ലേ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ വർഷമായി. എനിക്കറിയാം ഇതല്ല, എനിക്കറിയാം. അത് തന്നെ ഇത്. ഏത് തന്നെ? അത് നീ അമ്മയെടുത്ത് ചോദിക്കും. അമ്മ ഇഷ്ടം പറഞ്ഞേ, എന്താ പ്രശ്നം? അമ്മേ അവരെന്തെങ്കിലും പറഞ്ഞ അമ്മേനെ? പറ. എടിയാവുന്ന അമ്മ പറയൂല. അമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ് അവനെ. തന്നെയാണല്ലേ? ഒരു കുറ്റം പോലും അമ്മ പറയണില്ല കേട്ടാ. അവനാ വിചാരമൊന്നുമില്ല. എന്തിനീ അമ്മ ഇത്ര ഇട്ട് കഷ്ടപ്പെടുത്തണത്? അല്ലെങ്കിൽ പെറ്റ വയറാണെന്നുള്ള ഒരു വിചാരം വേണ്ട. കഷ്ടമാണ്. അമ്മ ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ട് വിളിക്കാനായിട്ട് പ്രാർത്ഥിക്കും. അല്ല, അമ്മാവൻ്റെ വീട്ടിലോട്ടെ അമ്മാവൻ വിളിക്കുക, അങ്ങോട്ട് പോകാനായിട്ടുള്ള ഇത് നോക്കമ്മ. ഇവിടെ കിടന്ന് ഇങ്ങനെ കണ്ണീരും കൈയായിട്ട് കിടക്കണ്ട. അതാ നല്ലത്. അവിടെ ആകുമ്പോൾ അമ്മാവനും ഒരു കൂട്ടാവും. ഞാൻ അമ്മാവനെ വിളിക്കട്ടെ? എന്തിനാന്തോ ഈ അമ്മ ഇങ്ങനെയിട്ട് ദ്രോഹിക്കണത്? അമ്മ സമാധാനമായിട്ട് അവിടെ പോയി നിൽക്കാമ്മ. പെൻഷൻ കാശൊക്കെ ഞാനങ്ങ് എത്തിച്ചു തരാം കേട്ടാ. ഞാൻ അമ്മാവനെ വിളിക്കാം, അതാണ് നല്ലത്. ജമന്തി അമ്മയുടെ അമ്മ അങ്ങോട്ട് വന്നല്ലോ. ആണോ? എന്തിനാ അമ്മ അങ്ങോട്ട് വന്നത്? എനിക്കറിഞ്ഞൂടാ. എന്താ അമ്മയ്ക്ക് പ്രശ്നം? എന്റെ നാത്തൂനെ എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ നിനക്ക് അറിയില്ലാത്തത്? നിന്റെ അടുത്തല്ലേ അമ്മ നിന്ന് വെച്ചത്? ദേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല സ്നേഹത്തിലായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുഖം ദേ ഇത്രയുണ്ട്. അതെന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ പൊട്ടന്മാരോടും പോയി പറ നീ കേട്ടാ, അല്ലെങ്കിൽ നിന്റെ കെട്ടിയാനോട് പറ. എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം. അമ്മ അല്ലാതെ ഒരു കാര്യമില്ലാതെ അവിടെ വന്നിരുന്ന് അങ്ങനെ കറിയില്ല. ഈ നേരം വരെയായിട്ട് നീ ഒന്ന് വന്ന് ചോദിച്ചു അമ്മ എന്ത് ചെയ്യാ അവിടെ എന്നുള്ളത്? രാവിലെ തൊട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക, എന്താ പറ്റിയെന്ന്. ഒരു അക്ഷരം മിണ്ടണില്ല. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി വന്നല്ലേ. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എൻ്റെ അമ്മേനെ? എനിക്ക് ദേഷ്യം വരും കേട്ടോ. ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ജമന്തി. എന്താ സംഭവിച്ചേക്കണേന്ന് എനിക്ക് അറിയണം, അല്ലാതെ ഞാൻ പോവില്ല. അല്ലെങ്കിൽ അവനെ വിളിക്കും, കനകനെ വിളിക്കും. കെട്ടിയാലും കൂടി കളിക്കണോ? എന്താ അമ്മയ്ക്ക് ആരും ചോദിക്കാനും പറയാനില്ലാന്ന് നിങ്ങൾ വിചാരിച്ചേ? എന്റെ പൊന്ന് നാത്തൂനെ, ഞാൻ സത്യമായിട്ട് പറയാ, എന്താന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയില്ലല്ലോ? ഇല്ല. എന്നാ പോയി മാപ്പ് പറ. എന്തിനാന്ന് എനിക്ക് അറിയില്ല. അമ്മേനോട് മാപ്പ് പറയണം. നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ പോയിട്ട് മാപ്പ് പറയണം. കാര്യം എന്താണെന്നറിയാതെ എങ്ങനെയാ? അമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറ. നീ എന്തോ ചെയ്തിട്ടുണ്ട്, അത് നിനക്ക് പറയാൻ മടിയായിട്ട് നീ പറയാത്തതാണ്. എന്താ കാര്യം എന്ന് എനിക്ക് അറിയണ്ട. മാപ്പ് പറഞ്ഞാൽ മതി. ഞാൻ നാത്തൂന്റെ കൂടെ വേണ്ട, എന്റെ കൂടെ ആരും വരണ്ട. എനിക്ക് എന്റെ അമ്മ സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ട് പറയണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ കെട്ടിയാനും കൂടി എന്റെ അമ്മേനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതുവരെ കണ്ട തങ്കം ആയിരിക്കൂല കേട്ടാ. മര്യാദക്കൊന്ന് അമ്മേനെ സമാധാനിപ്പിച്ചോ. ഇനി ഒരു വരവ് എന്നെ വരുത്തരുത്. കഷ്ടാണിത്. ഞാൻ പണ്ടേ അമ്മയടുത്ത് പറയുന്നതാ,
ഈ പെൻഷൻ കാശ് ഇങ്ങനെ രണ്ടായിട്ട് വീതിക്കണ്ട, അമ്മ ആ കിട്ടുന്ന കാശും കൊണ്ട് ഇവിടെ സമാധാനമായിട്ട് നിന്നോ, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പം അമ്മ എവിടെ കേൾക്കാൻ? ആ എന്താ നാടി? അമ്മേ, സത്യത്തിൽ അവളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പറഞ്ഞവള്? അവക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. അയ്യോ പാവം, എന്നാണ്ട് തൊട്ടിലി കിടക്കണ എല്ലാ കുട്ടിയല്ലേ അവള്, അവൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അതല്ല അമ്മ എന്തിനു കരയണേന്നുള്ളതിന്റെ കാരണം അറിയില്ല, അവളോടൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. നേരാണോ? അപ്പൊ അവളല്ല, അവനായിരിക്കും. അപ്പൊ അവൻ തന്നെയാണ് കാരണക്കാരൻ. നിന്റെ പുന്നാരാങ്ങള പറയാനുള്ളതൊക്കെ പറഞ്ഞാണ്. അമ്മേ ഇങ്ങ് നോക്കിയേ, അവൻ വരട്ടെ, നമുക്ക് അവനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും. അമ്മ ഇന്ന് രണ്ടിലൊന്ന് ക്ലീറ്റോ എന്താണെന്നുള്ളത് തീരുമാനമാക്കി തരാം അമ്മ. അവൻ ഇനി വരട്ടെ. ഇങ്ങ് നോക്കിയേ, അമ്മ ആദ്യം പിടിക്കാതിരിക്കേ. അവൻ വരട്ടെ, നമുക്ക് കണ്ട് അവൻ വന്ന് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാ പോരെ. അതിന് എന്തിനാ കരയണേ? എന്തിനു കരയണെന്ന് അത്രയ്ക്ക് മനസ്സ് തട്ടിട്ടുണ്ടടി അമ്മയുടെ. എൻ്റെ അമ്മ പറയണത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടേ കരണ കുത്തി നോക്കിയിട്ട്. അമ്മയുടെ മോനല്ലേ അവൻ, അല്ലാതെ അമ്മയുടെ അപ്പൂപ്പനൊന്നും അല്ലല്ലോ. ഓ ക്ലീറ്റോന് ഇതെന്താ ക്ലീറ്റോ? എന്താ കാരണം എന്ന് അറിയില്ലല്ലോ, അറിഞ്ഞിട്ട് എന്ത് കാരണം അതിന് അറിയാവുന്നില്ല. അമ്മയുടെ വിഷമം കാണുമ്പോൾ എനിക്കറിയാം കാരണത്തിന് അത്രയും ഗൗരവം ഉണ്ടെന്നുള്ളത്. അമ്മയ്ക്ക് ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിതൊക്കെ പറയണേ. ചായ എടുക്കട്ടെ, നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിച്ചാൽ തീരും അമ്മയുടെ പ്രശ്നങ്ങൾ. ഇത്തിരി സമാധാനിപ്പിക്കും, അത്രയ്ക്കും വിഷമമുണ്ട്. പിന്നെ ഇനി അമ്മ ഇനി എങ്ങോട്ട് പോകണില്ല. അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ വിളിച്ചിട്ടുണ്ട്. അമ്മാവന്റെ വീട്ടിലോട്ടോ? ആ അമ്മയുടെ വീട് ഇത്, അമ്മാവന്റെ വീട്ടിലോട്ട് പോകണ എന്തിനാ? അയ്യോ ഈ വീട്ടിൽ എടി മനസ്സമാധാനം ഇല്ലാതെ പിന്നെ വീട്ടിൽ കിടന്നിട്ട് എന്ത് കാര്യം? സമാധാനം കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ, കുറച്ച് ദിവസം അമ്മ അവിടെ നിൽക്കട്ടെ. അപ്പൊ അമ്മ വീട്ടിലാതിരുന്ന് എന്ത് ചെയ്യും? അതൊന്നും വേണ്ട കേട്ടാ, ക്ലീറ്റോ അങ്ങനെ പലതും പറയും. അപ്പൊ നീയും കൂട്ടിയിരിക്കണം അമ്മ എവിടെയിട്ട് ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട്. എന്തൊരു മക്കളാണെടി നിങ്ങളൊക്കെ. എനിക്കൊണ്ടൊരു അമ്മ, അതുകൊണ്ടാ ഇത്രയും ദണ്ണം ഉണ്ടാവണം. ഞാനിങ്ങനെ ഇതൊന്നും കേട്ടോണ്ട് വെറുതെ ഇരിക്കുമല്ലോ, ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കും, കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് പ്രതികരിക്കുന്നു. എനിക്കറിയാടി എങ്ങനെ എന്ത് ചെയ്യണോ. ഞാൻ വരട്ടെ നിന്റെ ആങ്ങള. Versus Alien.